In general, the indefinite integral r can be written as എങ്ങനെ എഴുതാൻ പറ്റും r dash integral r dash r of t dt equal to capital R of t plus c or capital R dash of t എന്ന് പറഞ്ഞാൽ ആരായി മാറും r of t ആയി മാറും അല്ലേ ഓക്കെ ഫൈൻഡ് the antiderivative of the r dash of t of cos ti plus e raised to minus tj plus root tk satisfying the initial condition r of 0 equal to i plus 2j plus 3k അപ്പോൾ എന്താ കണ്ടുപിടിക്കേണ്ടത് അതായത് r dash of t dt നെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കിട്ടുന്ന r of t ഏതാണെന്ന് കണ്ടുപിടിക്കണം അതാണ് ആൻറ്റി ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനാണ് ഉദ്ദേശിക്കുന്നത് that is r of t equal to r dash of t dt integrate ചെയ്യുന്നു cos t integrate sin t minus e raised to t നെ minus e raised to minus t t raised to 1/3 ൻ്റെ 2/3 t raised to 3/2 k plus c ഈ സിയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് എന്താണെന്ന് നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻ ആയിട്ടുള്ള r of 0 equal to i plus 2j plus 3k ആണെന്നുള്ളത് അപ്പോൾ കിട്ടിയിട്ടുള്ള r of t ൽ r of 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അപ്പോൾ എന്തായി മാറും r of 0 equal to 0 i plus minus plus j plus 3k ആയി മാറും c plus c equal to i plus 2j plus 3k ആണ് ദാറ്റ് ഈസ് സിയുടെ വാല്യൂ i plus 2j plus 3k ആണ് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക r of t യുടെ വാല്യൂ എഴുതിയിട്ടുണ്ട് ഓക്കെ ഇനി ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 0 to 1 r of t dt equal to if r of t equal to എന്താ t square plus i plus 1/t plus 1 into j plus e raised to minus tk ആണ് എന്താ ഉണ്ടാവുക ജസ്റ്റ് സെപ്പറേറ്റ് എന്ത് ചെയ്യുക ഇൻ്റഗ്രേഷൻ എടുക്കുക ഇൻ്റഗ്രേഷനിൽ സിയുടെ ആവശ്യമില്ല എന്താ കൊടുക്കണം 0 to 1 എന്നുള്ള വേരിയേഷൻ നമ്മൾ സാധാരണ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കൊടുക്കില്ലേ ഇൻ്റഗ്രേറ്റ് കിട്ടിയാൽ 1 മൈനസ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്നുള്ള രീതിയിൽ കൊടുത്തിട്ട് വാല്യൂസ് എഴുതുക ഓക്കെ ടി സ്ക്വയർ ഡെറിവേറ്റീവ് ഇൻ്റഗ്രൽ t³ ആണ് അപ്പോൾ 1 കൊടുക്കുക 1 മൈനസ് 0 കൊടുത്തിട്ടുള്ളത് അതുപോലെ അടുത്തത് 1/t+1ൻ്റെ ln t+1 ആണ് ആദ്യം 1 കൊടുക്കുക പിന്നെ 0 കൊടുക്കുക e raised to minus tയുടെ മൈനസ് e raised to minus t ആണ് ആദ്യം 1 കൊടുക്കുക പിന്നെ 0 കൊടുക്കുക അല്ലേ ഓക്കെ അപ്പോൾ ഈ പ്രോബ്ലത്തിൽ നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു തൊട്ടുമുമ്പ് ഒരു പാരാമെട്രിക് ഇക്വേഷൻ എങ്ങനെ എഴുതിയെന്നുള്ളതുണ്ട് അല്ലേ ഇവിടെ ഒരു തന്നിട്ടുള്ള പാരാമെട്രിക് ഇക്വേഷൻ 3√3 തന്നിട്ടുണ്ടായിരുന്നു 3√3/2 i 3√3/2 i പ്ലസ് 1 പ്ലസ് π/6 എന്നുള്ള പോയിന്റിൽ പാസ് ചെയ്യണത് ഇത് സെയിം ഡയറക്ഷൻ ഓഫ് ടി r dash of t π/6 ആണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ ഇതാണ് r dash of t ഇതിൻ്റെ ഇക്വേഷൻ ഈ രൂപത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെങ്ങനെയാണെന്നുള്ള 11.5 ഉണ്ടാവുക പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോ 11.5 ആ ഭാഗം മാത്രം നമുക്കൊന്ന് പറയാം എന്താണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഈ രീതിയിലാണ് ചെയ്യണത് ശ്രദ്ധിക്കുക എന്താ ചെയ്തിട്ടുള്ളത് തന്നിരിക്കുന്ന പോയിന്റ് സിമെട്രിക് ഇക്വേഷൻ ഓഫ് ദി ലൈൻ എൽ പാസിംഗ് ത്രൂ ദ പോയിന്റ് p0 x0 y0 z0 സോ x0 y0 z0 എന്നുള്ള പോയിന്റ് കൂടെ പാസ് ചെയ്യണമെന്ന് വിചാരിക്കുക ആൻഡ് പാരലൽ ടു ദ ലൈൻ b = a, bc അവിടെ പാരലൽ ടു ലൈൻ എന്നുള്ളതല്ല പറഞ്ഞത് സെയിം ഡയറക്ഷൻ ഓഫ് ടാൻജൻ എന്നുള്ളത് പറഞ്ഞത് അങ്ങനെ തന്നെയായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഡയറക്ഷൻ്റെ ടാൻജൻ്റെ അതേ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അതിനോട് പാരലാന്നുള്ളതാണ് അർത്ഥം ഓക്കെ എ ബി സി ഡയറക്ഷനിലാണെങ്കിൽ എന്താ പറഞ്ഞത് ദ ലൈൻ x - x0/a equal to y - y0/b equal to z - z0/c that is equal to t ആണ് ദാറ്റ് ഈസ് ഇങ്ങനെയാണുള്ളത് ദാറ്റ് ഈസ് ഈ രീതിയിലാണ് എഴുതുന്നത് x ഈക്വൽ ടു ആരാണ് x0 + at അതായത് x0 ഏത് പോയിൻറ്റിലൂടെയാണ് പാസ് ചെയ്യണേ ആ പോയിന്റ് ഫസ്റ്റ് കൊടുക്കുക പ്ലസ് ആ തന്നിരിക്കണ ആ ഏത് ഡയറക്ഷനിലാണ് പാരലായിരിക്കണേ അപ്പോൾ ഡെറിവേറ്റീവ് ഡയറക്ഷനിലായിരിക്കും പാരലായിട്ട് ഉണ്ടാവുക അപ്പോൾ ഡെറിവേറ്റീവിൻ്റെ ഐൻ്റെ ഫസ്റ്റ് കോയിഫിഷ്യൻ്റ് ഇൻറ്റു ടി അതാണ് x = x0 + at ഇനി രണ്ടാമത്തെ കോർഡിനേറ്റിൽ ഉണ്ടാവുന്നത് y ഈക്വൽ ടു x, y0, z പാസ് ചെയ്യണത് സോ y0 പ്ലസ് ഇങ്ങനെ വരിക y0ൻ്റെ അതായത് ജെയുടെ കോയിഫിഷ്യൻ്റ് കറസ്പോണ്ടിങ് ആയിട്ട് നോക്കുക ജെയുടെ കറസ്പോണ്ടിങ് കോയിഫിഷ്യൻ്റെ ബി ആണ് പാരലായിട്ടുള്ളതിൻ്റെ സോ ബി ഇൻറ്റു ടി ദാറ്റ് ഈസ് y ഈക്വൽ ടു y0 പ്ലസ് അതുപോലെ അടുത്തത് z ഈക്വൽ ടു z0 + ct സെയിം പറഞ്ഞ പോലെ തന്നെ z0 എന്ന് പറഞ്ഞ പോയിന്റ് കൂടിയാണ് പാസ് ചെയ്യുന്ന കോർഡിനേറ്റ് അത് അടുത്തത് സി വന്നത് എന്തുകൊണ്ടാണ് r dash of t അല്ലെങ്കിൽ ഏത് ഡയറക്ഷനിലാണോ പാരലായിട്ടുള്ള ആ പാരലായിട്ടുള്ളതിൻ്റെ തേർഡ് കോർഡിനേറ്റ് സി ആണ് സോ സി ടി അപ്പോൾ ഇങ്ങനെ എഴുതാം x = x0 + at y = y0 + bt z = z0 + ct എന്ന രീതിയിലാണ് അതിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ കണ്ടുപിടിക്കുന്നത് ഓക്കെ സോ എക്സസൈസിലെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കുക ഒന്നുമില്ല ആദ്യത്തെ ക്വസ്റ്റ്യനിൽ r dash of t r dash of t കണ്ടുപിടിക്കാൻ മാത്രമേ ഉള്ളൂ ജസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചാൽ കിട്ടിക്കഴിഞ്ഞു അടുത്ത എന്താ ചെയ്യണത് തന്നിരിക്കണ r of t r dash of t കണ്ടുപിടിക്കുക സ്കെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് മിക്കതും നമുക്ക് അറിയാവുന്ന ഗ്രാഫുകൾ തന്നെയായിരിക്കും ഉണ്ടാവുക sin t cos t 4sin t sin t സർക്കിളുകളായി വരുന്നുണ്ടാവും എലിപ്സ് വരുന്നുണ്ടാവും ഓക്കെ ഇതിങ്ങനെയുള്ള പിക്ചറുകൾ തന്നെയാണ് മെയിനായിട്ട് ഉണ്ടാവുക ഇനി എന്താ ഫൈൻഡ് ദ യൂണിറ്റ് ടാൻജൻ വെക്ടർ കണ്ടുപിടിക്കുക എന്താ യൂണിറ്റ് ടാൻജൻ കണ്ടുപിടിക്കാൻ ചെയ്യുക r dash of t ബൈ എന്താണ് വരിക ഫോർമുല മോഡുലസ് ഓഫ് r dash of t അല്ലേ അറ്റ് പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ പോയിന്റ് കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേണം അത് കണ്ടുപിടിക്കാമെന്ന് മാത്രം ഫൈൻഡ് ദ പാരാമെട്രിക് ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് സോ സാധാരണ ചെയ്യുന്ന പോലെ ചെയ്ത് ഫസ്റ്റ് ഡെറിവേറ്റീവ് എല്ലാം കണ്ടുപിടിച്ച് ഏത് പോയിന്റിലാണെന്നുള്ളത് നോക്കി ആ പോയിന്റ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക ഏത് ലൈനിൽ കൂടെ പാസ് ചെയ്യാൻ കണ്ടുപിടിച്ചിട്ട് x ഈക്വൽ ടു എന്താണ് x0 + at y ഈക്വൽ ടു y0 + bt z ഈക്വൽ ടു z0 + ct ഓക്കെ ഈ വാല്യൂടെ ഇൻ്റഗ്രൽ ആണ് ഇൻ്റഗ്രേഷൻ സാധാരണ സെപ്പറേറ്റ് എന്ത് ചെയ്യുക കോർഡിനേറ്റ് വൈസ് ആയിട്ട് എന്ത് ചെയ്യുക ഇൻ്റഗ്രേറ്റ് ചെയ്യുക ഇതിൽ ഡെറിവേറ്റീവ് വന്നിട്ടുണ്ട് r of t കണ്ടുപിടിക്കാനാണ് എന്ന് വെച്ചാൽ എന്താ എക്സാക്ട്ലി എന്താ ഉദ്ദേശിക്കുന്നത്
ആർ ഓഫ് ടി കണ്ടുപിടിക്കണമെങ്കിൽ അതിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ എന്ത് ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് തന്നെ കണ്ടുപിടിക്കുക. ഓക്കെ, ഇത് ജസ്റ്റ് ആ ക്രോസ് പ്രോഡക്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുള്ളതാണ്, അല്ലാണ്ടൊന്നുമില്ല. ഓക്കെ, എന്തെങ്കിലും ചെയ്ത് നോക്കിയിട്ട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറയുക. ഓക്കെ.